ഞങ്ങളുടെ
എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കോവിഡ് കാലത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും. ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല നിർദ്ദേശങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളുമൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഒക്കെ ഭരിക്കുന്ന നമ്മുടെ അധികാരികളും സഭാത്മകമായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭാധികാരികൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ആ തീരുമാനങ്ങളും പദ്ധതികളും നിർദ്ദേശങ്ങളും പാലിക്കാതെ നമ്മുടെ തീരുമാനങ്ങളിലൂടെയും നമ്മുടെ ഇഷ്ടങ്ങളിലൂടെയും നമ്മുടെ താല്പര്യങ്ങളിലൂടെയും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് നമ്മെ അപകടത്തിലേക്ക് നയിച്ചേക്കുന്നത്. ഒരുപക്ഷെ നിർദ്ദേശങ്ങളും അറിയിപ്പുകളുമൊക്കെ നൽകുന്നവരുടെ നല്ല ഉദ്ദേശശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം സാധിക്കാതെ പോകുന്നു. നമ്മൾ പരാജയപ്പെടുന്നു, പ്രസ്ഥാനങ്ങളും പരാജയപ്പെടുന്നു. ഇത് നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അപകടത്തിൽ പരാജയത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. നമ്മൾ പഠന മേഖലയിലാണെങ്കിലും നമ്മുടെ അധ്യാപകരും നമ്മുടെ അധികാരികളും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയും നമുക്ക് നൽകുന്ന നമ്മുടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം നമ്മൾ പരാജയം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. മറിച്ച് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന്, തമ്പുരാൻ്റെ തീരുമാനം എന്താണ് എന്ന് തിരിച്ച് അറിഞ്ഞ് അതിനോട് നമ്മൾ സഹകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നമ്മൾ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയാസം തോന്നിയേക്കാം അത് പാലിക്കുന്നതിൽ അനുസരിക്കുന്നതിൽ. പക്ഷേ നമുക്കത് പിന്നീട് സന്തോഷമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. നമ്മൾ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാലഘട്ടമാണ്. 1-ാം തീയതി മുതൽ നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ വായിച്ച് കേൾക്കുന്ന ധ്യാനിച്ചിട്ടുള്ള വചനഭാഗങ്ങളും അതിലൂടെ നമുക്ക് സഭാമാതാവ് നൽകുന്ന ചിന്തകളുമെല്ലാം ഈ ഈശോയെ എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എന്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണ് എന്നും അത് എങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് അത് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് സംഭവിക്കുന്നത് എന്നും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഔസേപ്പിതാവിലൂടെ നമുക്ക് കാണിച്ചു തരിക, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കാണിച്ചു തരിക, നമുക്ക് പറഞ്ഞു തരിക. മറ്റൊന്നുമല്ല. ഔസേപ്പിതാവ് നമുക്കറിയാം, ആ മംഗളവാർത്തയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അമ്മയ്ക്ക് മാതാവിന് ആരാണെന്ന് പുരുഷന് ഭർത്താവാകാൻ പോകുന്നവർ ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഔസേപ്പിതാവിനും ആരാണ് തൻ്റെ ഭാര്യ, അവൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് അറിയുന്നു, അവൾ ഗർഭവതിയാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി അത് അത്ഭുതപ്പെടുപോകും, നിരാശരാകാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന് തക്കതായ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ ഔസേപ്പിതാവും തീരുമാനമെടുത്തു അവളെ ഉപേക്ഷിക്കാം. പക്ഷെ അത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട്. കാരണം വിശുദ്ധ ഔസേപ്പിതാവ് നീതിമാനായിരുന്നു, അവളെ അപമാനിതയാക്കുവാനായിട്ട് ആഗ്രഹിക്കാത്തവനുമായിരുന്നു കൊണ്ട് ഔസേപ്പിതാവ് തീരുമാനിച്ചു അവളെ രഹസ്യമായിട്ട് അവൾ ഉപേക്ഷിക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മാലാഖ പ്രത്യക്ഷപ്പെടുക. മക്കളെ, ആ സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, മോനെ ഔസേപ്പിതാവ്, നിന്റെ തീരുമാനമല്ല, നീ തീരുമാനിക്കുന്നതും നീ മനസ്സിലാക്കുന്നതും തെറ്റാണ്. അങ്ങനെ നീ തീരുമാനിച്ച് അത് നടപ്പിലാക്കിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല, രക്ഷാകര സംഭവം അവിടെ നടക്കുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ഔസേപ്പിതാവിനെ മാലാഖയിലൂടെ തിരിച്ചറിയുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അവൾ ഗർഭവതിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്. അവൾക്കൊരു കുഞ്ഞിനെ ജനിക്കുന്ന, നീ അവനെ യേശോ എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം. ഒരു നിമിഷം ഔസേപ്പിതാവിന് ആശങ്ക അല്ലെങ്കിൽ
അങ്കലപ്പായി. കാരണം എന്താണ് തീരുമാനിക്കേണ്ടത്? എൻ്റെ തീരുമാനം ഇങ്ങനെ, ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെ. പക്ഷേ പിന്നെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ തീരുമാനം എന്താണ്, ആ തീരുമാനം മാലാഖയിലൂടെയാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത്. അതിന് പൂർണ്ണമായിട്ട് പിതാവ് സമ്മതം മൂടുകയാണ്. തൻ്റെ തീരുമാനം മാറ്റിവെച്ചു. ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം ഒരു പക്ഷേ, കാരണം ഗർഭിണിയായ ഒരു വ്യക്തിയാണ് സ്വീകരിക്കേണ്ടി വരിക. പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, എപ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിന് മുമ്പിൽ പിതാവ് സമ്മതം കൊടുക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെയാണ് രക്ഷാകര സംഭവം പൂർത്തീകരിക്കുക. തമ്പുരാൻ്റെ ഈ തീരുമാനം നടപ്പിലാക്കിയതിലൂടെയാണ്. പ്രിയമുള്ള മക്കളെ, നമുക്കിതുപോലെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമായിരിക്കും. അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയിലൂടെ പിതാവ് സ്വപ്നത്തിൽ നിദ്രയിലായിരുന്ന സമയത്താണെന്ന് പറയുക, ഏകാന്തതയിൽ തനിച്ചായിരിക്കുമ്പോൾ സ്വപ്നത്തിന് പ്രത്യക്ഷപ്പെടുക. ആ സ്വപ്നത്തെക്കുറിച്ച് ബൈബിൾ പഠനം പറയുക, ദൈവത്തോടുള്ള ഒരു ആലോചനയുടെ സമയമായിരുന്നു, നിമിഷങ്ങളായിരുന്നു എന്ന് പറയുക. ദൈവത്തോട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചനയുടെ സമയമായിരുന്നു എന്ന് പറയുക. ആ സ്വപ്നം കാണലിനെ അങ്ങനെ നമുക്കും സ്വപ്നങ്ങൾ കാണാൻ പറ്റണം എന്നുള്ളതാണ് പ്രിയമക്കളെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്ന് പറയുമ്പോൾ ദൈവത്തോടൊരു ആലോചന, എന്താണ് തമ്പുരാൻ്റെ ഇഷ്ടം, എന്താണ് ഈശോയോട് ഒന്ന് ചോദിക്കുക നമുക്ക് പറ്റണം. ഈശോയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരു ആലോചനയിലൂടെ ഈശോ അപ്പം നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിലൂടെ, നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തിലൂടെ വെളിപ്പെടുത്തി തരും. ഇങ്ങനെയാണ് മോനെ, നീ അത് ചെയ്യരുത്, അത് നീ തീരുമാനിക്കുന്നത് അപ്രകാരം ചെയ്താൽ നീ പരാജയപ്പെടും, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും, അതിനൊക്കെ ദോഷമായിട്ട് മാറും, അതുകൊണ്ട് നീ ഇപ്രകാരം ചെയ്യുക. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ, അത് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ആയിരിക്കാം, നമ്മുടെ മതാധ്യാപകരിലൂടെ ആയിരിക്കാം, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരിലൂടെ ആയിരിക്കാം, മറ്റധികാരികളുടെ ആയിരിക്കാം, നമ്മുടെ സർക്കാരിലൂടെ ആയിരിക്കാം. അങ്ങനെ അതിനോട് നമ്മൾ സഹകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ കാണാൻ അനുഭവിക്കാൻ സാധിക്കുക. പ്രിയ മക്കളെ, അപ്രകാരം ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അമ്മയും ഔസേപ്പിതാവും നമുക്ക് പറഞ്ഞു തരിക. തമ്പുരാൻ്റെ ഇഷ്ടം തിരിച്ചറിയാനും ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുവാനും ആ തീരുമാനത്തിനും പദ്ധതികൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുവാൻ, സമ്മതം നൽകുവാനായിട്ടാണ്. നമുക്ക് അപ്രകാരം ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളുടെ താല്പര്യങ്ങളല്ല, ഈ ലോകത്തിൽ ഞങ്ങൾ കാണുന്ന ആകർഷണങ്ങളും മറ്റുള്ള പ്രലോഭനങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ താല്പര്യങ്ങളൊന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ. ആ ഇഷ്ടം തിരിച്ചറിയുമ്പോൾ പക്ഷേ ഞങ്ങൾക്കൊരു അല്പം വിഷമുണ്ടായേക്കാം, എങ്കിലും തമ്പുരാൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും അടിയറ വയ്ക്കുവാൻ സമ്മതം മൂടിക്കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. അധ്യായം 1, 18 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവ സംഭവിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൾ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ.
പൂർവപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായേ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായേ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായേ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുട്ടികൾ നമ്മൾ സാധാരണ ദിവ്യബലി സംബന്ധിക്കുന്നത് പോലെ തന്നെ ആ ചിന്തകളോടുകൂടി തന്നെ കുർബാന പുസ്തകം എല്ലാവരും എടുക്കുക. ഇല്ലാത്തവർ അവിടെ സ്റ്റാൻഡിൽ പുസ്തകം ഇരിപ്പുണ്ടല്ലോ, പോയി എടുക്കുവാൻ പറഞ്ഞതിന് ശേഷമല്ല, നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. ദിവ്യബലി സംബന്ധിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബലി പങ്കെടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുസ്തകം ഇല്ലാത്തവരെല്ലാവരും പോയി പുസ്തകം എടുക്കുക. നമുക്ക് പേജ് കാലമനുസരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ അനുസരിച്ച് പേജുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകൾ പിറവിക്കാലത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ആഗമനകാലത്തിൻ്റെയാണ്. പിറവിക്കാലമല്ല, ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്തക്കാലത്തിൻ്റെയാണ്. ആ പേജുകളെടുത്ത് നമ്മൾ ദിവ്യബലി ഭക്തിയോടെ ശ്രദ്ധയോടെ സജീവമായിട്ട് സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഈശോയുടെ ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ ഇഷ്ടം എപ്പോഴും പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, സന്നദ്ധരാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് കോവിഡ് രോഗം ബാധിച്ച് ചികിത്സയിലായിരിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കടങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തെ മേൽ വസീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുള്ള രാജാവിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലെയും പിതാവിന്റെ ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും പറയുകയും ചെയ്യുന്നു. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. പരസ്പര സമാധാനം മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന്
വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും തമ്മിലും മറ്റെല്ലാവരോടും മറ്റെല്ലാവരോടും സ്നേഹവും സ്നേഹവും ഐക്യവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും വിശുദ്ധവും സജീവവുമായ സജീവവുമായ ഈ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. വേണ്ടിയും അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റു രോഗികളെയും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആതുര ശുശ്രൂഷകരെയും ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും കോവിഡ് രോഗമൂലവും മറ്റും മരണമടഞ്ഞു പോയ ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഇന്ന് ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കും യോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപ സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവനായ അഭിഷേകത്തിനായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുക. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ നിർദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പാലിച്ച് നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ ഈ ലോകത്തിൻ്റെതായ ആകർഷങ്ങളും പാപത്തിൻ്റെ തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളെയും അകറ്റി നിർത്തുവാനുള്ള കൃപ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് വന്ന് പിറക്കുവാനുള്ള പുൽക്കൂടാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപസാഹചര്യങ്ങളെയും അകറ്റുവാനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ ഞങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാലയിൽ അവിടെ നാമത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തൻ്റെ കുടുംബ സ്വത്തുക്കളെല്ലാം വാങ്ങിച്ച് പിതാവിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയി തോന്നിവാസം ജീവിച്ച് അവസാനം തൻ്റെ തെറ്റുകളെക്കുറിച്ച് മനസ്തപിച്ച് അവൻ തിരിച്ചു വരാൻ തയ്യാറായപ്പോൾ അവൻ്റെ യാതൊന്നും അവൻ്റെ തെറ്റുകളോ വീഴ്ചകളോ അവൻ കാണിച്ച മര്യാദകളോ ഒന്നും ആ പിതാവ് കാര്യമാക്കിയില്ല. ആ മകനെ സ്വീകരിച്ചു. ആർക്കും നൽകാത്ത വിധത്തിലുള്ള സ്വീകരണവും അംഗീകാരവും ആ മകന് നൽകി. ഇതാ പ്രിയമുള്ള മക്കളെ, പാപവസ്തുക്കളിലും
ഈശോയെ വേദനിപ്പിച്ച അവസ്ഥകളിലും അതൊന്നും അവിടുന്ന് കാര്യമായിട്ടെടുക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും പ്രതിസന്ധികൾ കടന്നു പോകുമ്പോഴും ഈശോയെ നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈശോ ഇത്രയേറെ നമ്മൾ വേദനിപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും കുമ്പസാരിക ജീവിതത്തിലുമൊക്കെ സാഹചര്യങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും ഒപ്പം നമ്മുടെ ആലസ്യത്ത് അതിനേക്കാളും ഏറെ. കാരണം ഇളവ് കൊണ്ടായിട്ടും അവസരം കൊണ്ടായിട്ടും നമ്മൾ വേണ്ട എന്ന് വെച്ച അവസരം മുതലെടുത്ത് നമ്മൾ ഈശോയെ വേദനിപ്പിച്ച ഓരോ സാഹചര്യങ്ങളും. പക്ഷെ ഇതൊന്നും അവിടുന്ന് ഗൗനിക്കുന്നില്ല. എല്ലാം മറന്ന് ക്ഷമിച്ച് ഈശോ ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മളോടൊപ്പമായിരിക്കുവാൻ, നമ്മെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കുവാൻ ആർക്കും നൽകാത്ത വിധത്തിലുള്ള ആ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഇതാ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നേറ്റ് വരുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നു. പ്രിയ മക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ആ ഈശോയ്ക്കായിട്ട്. തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പാപാവസ്ഥകളെക്കുറിച്ചും നമുക്ക് മനസ്തപിക്കാം. പശ്ചാത്തപിച്ച് വിശുദ്ധ കൂതാശ സ്വീകരിച്ചുകൊണ്ട് പാപമോചനം നേടുവാനുള്ള സാഹചര്യം നമുക്കില്ല എങ്കിലും സഭയുടെ പ്രത്യേക അനുമതിയും പ്രത്യേകമായിട്ട് നമുക്ക് അനുവാദവും അധികാരവും ഇതാ ഈ സമയം ഉപസാരിക്കാതെ തന്നെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഈ നിമിഷത്തിൽ അനുതാപത്തിൻ്റെ പശ്ചാത്താപത്തെ ഹൃദയത്തോടു കൂടി ഈശോയുടെ മുമ്പിൽ നമ്മളെല്ലാ തെറ്റുകളും ആ സ്നേഹത്തിനെതിരായിട്ട് നമ്മൾ ചെയ്തു പോയിട്ടെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ അവിടുന്ന് എല്ലാം ക്ഷമിച്ച് നമ്മെ സ്വീകരിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ സന്നദ്ധനായിട്ട് കാണിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ഒപ്പം ആ ഹൃദയത്തോടു കൂടി തന്നെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ മനോഹരമായ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടുത്തെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും കർത്താവായ ദൈവം മനുഷ്യസഭ സ്വീകരിച്ച് നമ്മളൊരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുവരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. എല്ലാവരും മാസ്ക് താത്തി വയ്ക്കുക. ഇടത്തെ കയ്യിൽ വിശുദ്ധ കുർബാന നൽകും. മാസ്കിൽ തൊട്ടിട്ടില്ല എങ്കിൽ വലത് കൈ കൊണ്ട് എടുത്ത് നാവിൽ വെച്ച് സ്വീകരിക്കുക. ഈശോയുടെ ശരീരവും രക്തവും കടം കണ്ട ബുദ്ധിക്കും നിത്യജീവനും കടമായി തീരട്ടെ. ആമേൻ.
സമയം അറിയിക്കുകയാണ്. കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ഈ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ നൽകുന്നു. കുട്ടികൾ ആർക്കൊക്കെ ഏതെല്ലാം സമ്മാനങ്ങളാണ് എന്നുള്ളത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ചുള്ള കുട്ടികളാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. 4 പേരെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാരാണ് വന്നിരിക്കുന്നത്. 10 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർ. ഒപ്പം മറ്റ് ഏതാനും കാര്യങ്ങൾ കൂടി അറിയിക്കുന്നു. നമ്മുടെ ക്രിസ്തുമസിൻ്റെ തിരുക്കർമ്മങ്ങൾ, തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങൾ 24-ാം തീയതി രാത്രിയിൽ 11:45 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് 11:15 കഴിയുമ്പോൾ ആളുകൾ പള്ളിയിൽ എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൗൺസിൽ തീരുമാനപ്രകാരം 10 പേരാണ് ഒരു വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മൾ 1-2 പേര് കൂടി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ രാവിലത്തെ കുർബാന ഇടവക പള്ളിയിൽ രാവിലെ 7 മണിക്കും കാട്ടിക്കുന്ന് കുരിശ് പള്ളിയിൽ രാവിലെ 6:30ക്കും കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. കുർബാനയിലും പാതിര കുർബാനയ്ക്ക് വരാൻ പറ്റാത്തവർ അതിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. 20 പേര് വീതം ഓരോ യൂണിറ്റുകളിൽ നിന്നുമായിട്ട് വരാൻ പറ്റും. ഞായറാഴ്ചകളിൽ രാവിലെ 2 കുർബാന 6:45-നും 8:30-ക്കുമുണ്ട്. ഓരോ കുർബാനയ്ക്കും 4 യൂണിറ്റുകൾ വീതം ഇവിടെയും 2 യൂണിറ്റുകൾ വീതം കാട്ടിക്കുന്ന് കുരിശുപള്ളിയിലുമാണ് പങ്കെടുക്കേണ്ടത്, ദിവ്യബലിക്ക് വരേണ്ടത്. അതിൻ്റെ എണ്ണവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അനുവദിക്കപ്പെട്ടിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇളവ് അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഈ സാഹചര്യത്തിൽ അവസരത്തിൽ പരിശ്രമിക്കണം. നമുക്ക് അനുവദിച്ചിട്ടുള്ള എണ്ണം അത്രയും പേരെങ്കിലും ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ എല്ലാ ഞായറാഴ്ചകളും വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെയുള്ള മറ്റ് ദിവസങ്ങളിൽ നമുക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല ആഗ്രഹിക്കുന്നവർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരാവുന്നതാണ്. 20 പേരാണ് മാക്സിമം വരാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് കുർബാനയ്ക്ക് വരുമ്പോൾ കുർബാന സമയത്തിന് അരമണിക്കൂർ മുമ്പ് എല്ലാവരും പള്ളിയിൽ എത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് എല്ലാവരും കർശനമായിട്ടും പാലിക്കേണ്ടതും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നൊരു പ്രത്യേകത, വരുന്നവർ ആദ്യം കുറച്ച് പേരൊക്കെ ഇവിടെ ചെരുപ്പുകൾ വരാന്തയിൽ വിടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് വരുന്നവർ എല്ലാവരും കൊടിമരത്തിൻ്റെ മുമ്പിലും പള്ളിയുടെ മുമ്പിലും അങ്ങോട്ട് കൂട്ടിയാക്കി ഇടുക. ഏതാണ്ട് ശവപ്പറമ്പിൽ കൂട്ടിയിടുന്ന പോലെ, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങൾ തള്ളിയിടുന്ന പോലെ. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ചെരുപ്പുകൾ അകലത്തിൽ തന്നെയാണ് ഇടേണ്ടത്. 1.5 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ അകലത്തിൽ തന്നെയാണ് ചെരുപ്പുകൾ പുറത്തും ഇടേണ്ടത്. അകത്ത് നിൽക്കുന്നത് പോലെ തന്നെയുള്ള അകലം പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് അവിടെ സൂക്ഷിക്കുമ്പോഴും അതും അവിടെയും അകലം പാലിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വരുന്നവർ ഓക്കെ, പക്ഷേ പിന്നീട് വരുന്നവരാണ് ഈ പ്രശ്നം. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇടാൻ പോകുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും ആളുകളുടെ ചെരുപ്പുകൾ കിടപ്പുണ്ടോ എങ്കിൽ ഞാൻ ആ ചെരുപ്പ് എൻ്റെ ചെരുപ്പ്, ആ ചെരുപ്പല്ല എൻ്റെ ചെരുപ്പ് മാറ്റിയിടണം. അതായത് അവിടെ ഇട്ടിക്കുന്നവരുടെ ചെരുപ്പെടുത്ത് ദൂരെ കളയാനല്ല, നമ്മുടെ ചെരുപ്പാണ്. കാരണം ഞാനാണ് പിന്നെ കൊണ്ട് ഇടാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെരുപ്പ് ഞാൻ മാറ്റിയിടുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാവരും കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുന്നിൽ കൊടിമരത്തിന് ചുറ്റും കൊണ്ടുവന്നിട്ടേക്കരുത്. കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. കാരണം ഇപ്പോൾ പരിശോധനയ്ക്ക് ചെക്കിങ് വരുന്നത് സ്ക്വാഡ് ആണ് വരുന്നത്. ഏത് വേഷത്തിലും ഏത് സമയത്തും എങ്ങനെയും വരാം. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് വരുമ്പോൾ കാണുന്നത് കാഴ്ച ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാക്കാം. അത് വീണ്ടും ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുർബാനയ്ക്ക് 11:15 ക്രിസ്മസ് ദിനത്തിൻ്റെ പാതിര കുർബാനയ്ക്ക് വരാനായിട്ട് 24-ാം തീയതി രാത്രിയിലെ കുർബാനയ്ക്ക് അരമണിക്കൂർ മുമ്പ് അതും വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഇന്ന് കുട്ടികൾക്ക് 15ാമത്തെ പാഠം ആരംഭിച്ചിട്ടുണ്ടാവണം. കാറ്റഗിസം ക്ലാസ്സിൻ്റെത് ഓൺലൈനിൽ തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഇനി അതിൻ്റെ എല്ലാം പരീക്ഷ, വാർഷിക പരീക്ഷ 1 മുതൽ 9 വരെ പഠിക്കുന്ന കുട്ടികളുടെ വാർഷിക പരീക്ഷ ഫെബ്രുവരി മാസം 21-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സും ഡിപ്ലോമ 1ഉം 2ഉം വർഷങ്ങളിലെ കുട്ടികൾക്കും പരീക്ഷ തുടങ്ങുന്നത്
ജാനുവരി 31 അപ്പോൾ ആദ്യം നടക്കുന്ന പരീക്ഷ 10ാം ക്ലാസ്സും ഡിപ്ലോമ 1, 2 വർഷക്കാലത്തെ കുട്ടികൾക്കാണ്. അത് ജനുവരി 31 പിന്നീടാണ് മറ്റുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കുള്ള പരീക്ഷ, അതായത് ഫെബ്രുവരി മാസം 21 അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങുക. ക്ലാസ് നോട്ട്സ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് അറ്റൻഡൻസ് കിട്ടുക എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മുടക്കം വരുത്താതെ ഇനിയും തുടരുക. ആരെങ്കിലുമൊക്കെ മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ 2-3 ക്ലാസ്സുകളുടെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ ആഴ്ചയിൽ തന്നെ ആ നോട്ട്സ്, മുടങ്ങിയ നോട്ട്സ് അധ്യാപകർക്ക്, ബന്ധപ്പെട്ട അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ചില കുട്ടികളെ വിളിച്ച് ചോദിക്കുമ്പോൾ, കാരണം ഇവിടെ അച്ഛൻ നോക്കുന്നുണ്ട്, എല്ലാ കുട്ടികളുടെയും എല്ലാ ഞായറാഴ്ചയും അച്ഛനും ജോസ് സാറും ഡൊമിസ് സാർ ഞങ്ങൾ ഇരുന്ന് നോക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും നോട്ട്സ് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഓൺലൈനിൽ നോക്കുന്നുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ ഇല്ലാത്ത കുട്ടികൾ ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, അപ്പം തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾ പറയുന്നത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഐറ്റില്ല, അല്ലെങ്കിൽ നെറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഓരോ മുടന്ത ന്യായങ്ങളാണ് പറയുക. എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ മുടന്ത ന്യായങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നതും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കാം. പക്ഷെ അല്ലാതെയുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ വീഴ്ച തടിയായിട്ട് തന്നെ കണക്കാക്കും. അങ്ങനെ നോട്ട്സ് അയച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ അത് ക്ലാസ് ആബ്സെൻ്റ് ആയിട്ടാണ്, അറ്റൻഡൻസ് കിട്ടുകയില്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ജൂൺ മാസത്തെ ക്ലാസ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്ന വ്യക്തത ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോട്ട്സ് അയച്ചു കൊടുക്കുവാനുള്ളവരും അത് കംപ്ലീറ്റ് നോട്ട്സാക്കി അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 15ാം പാഠം അധ്യായം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാം ഒരുമിച്ച് പഠിക്കുക. ഇനി ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഘോഷങ്ങൾ പാടില്ല, നമുക്കറിയാം, സാഹചര്യം അതാണ്. എങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പങ്കെടുക്കാവുന്ന രീതിയിൽ ചില മത്സരങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ചില കുട്ടികളൊക്കെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട്, മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ആ പരിപാടികൾ നടക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ, ഈ പ്രോഗ്രാമിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ 27-ാം തീയതി, ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ 27-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പാണ് ജോസ് സാറിന് അതിൻ്റെ എല്ലാം വീഡിയോ ആ സമയപരിധിക്കുള്ളിൽ നിൽക്കുന്നത്. നിർദ്ദേശമനുസരിച്ച്, നിബന്ധന അനുസരിച്ച് അയച്ചു കൊടുക്കേണ്ടത് 27-ാം തീയതിയാണ്. മത്സരങ്ങൾ 4 എണ്ണമാണ്. കരോൾ ഗാന മത്സരമുണ്ട്. കുട്ടികൾക്ക് ഒരു യൂണിറ്റിൽ പെടാത്ത ഒരു കുട്ടികൾ പോരായെങ്കിൽ അടുത്ത യൂണിറ്റ്, അങ്ങനെ 2-3 അടുത്ത യൂണിറ്റുകളിലുള്ള കുട്ടികൾക്ക് ഗ്രൂപ്പായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടാബ്ലോയും അതുപോലെ തന്നെ. പിന്നെ ദൃശ്യാവിഷ്കാരം, അത് ഡിപ്ലോമ 1, 2 വർഷത്തെ കുട്ടികൾ മാത്രമുള്ള കാര്യമാണ്. ദൃശ്യാവിഷ്കാരം അത് ഡിപ്ലോമ 1, 2 വർഷക്കാലത്തെ കുട്ടികൾക്ക്. ആ കുട്ടികളും ഇതുപോലെ തന്നെ ഒരു യൂണിറ്റിൽ ഒരു കുടുംബത്തിലുള്ളവരെ പറ്റുന്നതിന് പോലെയെങ്കിൽ അടുത്ത വീട്, അങ്ങനെ 2-3 വീടുകളിലെ കുട്ടികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ പരിപാടി നടത്താവുന്നതാണ്. അവസാനമായിട്ടുള്ളതാണ് ഫാമിലി ക്വിസ് പ്രോഗ്രാം. അതിൻ്റെ വീഡിയോ ലിങ്ക് ക്ലിപ്പ് ഇട്ടുതരും നിങ്ങൾക്ക്. അതിൽ നിങ്ങൾ പ്രവേശിക്കണം. അതനുസരിച്ച് നേരിട്ട് ആണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ക്വിസ് മത്സരം ഒരാൾക്ക് 1 മാത്രമാണ്. അതിൻ്റെയും നിബന്ധനകൾ അച്ഛൻ ഇന്നലെയും ഗ്രൂപ്പിൽ വീണ്ടും ആ മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് ക്രിസ്മസ് ഡിസംബർ മാസം തുടങ്ങുന്ന അവസരത്തിലും അച്ഛനത് വീഡിയോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പുകൾ ഇട്ടിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇനി ആരെങ്കിലും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ വ്യക്തത ഉണ്ട്, സംശയങ്ങളുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജോസ് സാറിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അത് വീണ്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന കാര്യം ഓർക്കുക. നമുക്ക് എഴുന്നേൽക്കാം. സാധാരണ ദിവസങ്ങളിലും കൃപാനയ്ക്ക് കുട്ടികൾ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 6:30 രാവിലെ കുർബാന. അപ്പോൾ 6:15 എല്ലാ കുട്ടികളും എത്തുക. കുട്ടികളും അതുപോലെ മുതിർന്നവരും വരാൻ. അന്ന് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കുർബാനയ്ക്ക് വരാവുന്നതാണ്. നേരത്തെ എത്തണമെന്നുള്ളത് മാത്രം നമ്മൾ ഓർത്തിരിക്കുക. ഒരു നിമിഷം നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ഈ ഒരു അവസരം, ഭാഗ്യം, അനുഗ്രഹം നമുക്ക് നൽകി മറ്റാർക്കും ഒരു പക്ഷേ ലഭിക്കാതെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഭാഗ്യം തമ്പുരാൻ നമുക്ക് നൽകി. ഏതാനും ദിവസങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ പിറവി നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കാനായിട്ട് നമ്മൾ ഹൃദയങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും.
അതിനും നിങ്ങൾക്ക് ഓരോ ദിവസവും എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നതിൻ്റെ നിർദ്ദേശങ്ങളും ഒരുക്കത്തിൻ്റെ രീതിയും കാര്യങ്ങളുമെല്ലാം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അച്ഛനിട്ടിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തമ്പുരാന് നമുക്ക് ഹൃദയങ്ങളെ ഒരുക്കാം. ഇനിയും ശേഷിക്കുന്ന ദിവസങ്ങൾ ഈശോ എൻ്റെ ഹൃദയത്തിലാണ്, പുൽക്കൂട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന പുൽക്കൂട്ടിലല്ല, മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ ആകുന്ന ആ പുൽക്കൂട്ടിലാണ് ഈശോ വന്ന് പിറക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ അങ്ങ് വന്ന് ജനിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും ഒരിക്കൽ കൂടി അവിടുത്തോട് മാപ്പ് ചോദിച്ച് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമി ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർശലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങൾ പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ല എന്നറിഞ്ഞുകൂടാ. എല്ലാ കുട്ടികളും ഇരിക്കുക. ഇപ്പോൾ ഉടനെ തന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഡൊമിസ് സാറ് പ്രധാനാധ്യാപകൻ നമ്മുടെ പേരുകൾ വിളിക്കും, കാര്യങ്ങൾ മുഖമായിട്ട് പറയും. അതിനെ തുടർന്ന് സമ്മാനം അച്ഛൻ നൽകുന്നതാണ്.